എല്ലാവർക്കും നമസ്കാരം. കാളിദാസ മഹാകവിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാലത്തോ അതിനടുത്ത കാലത്തോ ജീവിച്ചിരുന്നവരിൽ ആരും തന്നെ ഒന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാലത്തെയും മാതാപിതാക്കന്മാരെയും വിദ്യാഭ്യാസത്തെയും ഗുരുക്കന്മാരെയും കുറിച്ച് അറിയുന്നതിന് ഇപ്പോൾ ശരിയായ ഒരു മാർഗവുമില്ലതാനും. ഐതിഹ്യങ്ങളിൽ തന്നെ നോക്കിയാൽ ചിലത് അല്പാൽപ്പം പരസ്പര വിരുദ്ധങ്ങളുമായിരിക്കണം. എന്നാലും കാളിദാസൻ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സഭയിലുണ്ടായിരുന്ന 9 കവിരത്നങ്ങളിൽ ഒരാളായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. അദ്ദേഹം അതേസമയം ഭോജരാജാവിൻ്റെ സദസ്സിലുണ്ടായിരുന്നു എന്നും കേൾക്കുന്നുണ്ട്. അത് ഭോജ ചരിത്രത്തിൽ കാണുന്ന കാര്യമാണ്. ഇവ രണ്ടും ശരിയാണെന്ന് സ്ഥാപിക്കുന്നതിന് സാക്ഷാൽ വിക്രമാദിത്യ രാജാവിൻ്റെ വംശന്മാർക്കും ആ സംജ്ഞ പറയാറുണ്ടെന്നും ഭോജരാജാവും വിക്രമാദിത്യൻ്റെ ഒരു വംശജനായിരുന്നു എന്നും വിചാരിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഈ കാളിദാസൻ ജന്മനാ ഒരു ബ്രാഹ്മണൻ തന്നെയായിരുന്നു. അദ്ദേഹം ബാല്യം മുതൽക്ക് തന്നെ യഥാക്രമം വിദ്യാഭ്യാസം ചെയ്യുകയും യൗവനം ആരംഭിച്ചപ്പോഴേക്കും വലിയ വിദ്വാനായി തീരുകയും ചെയ്തു. അദ്ദേഹം ബാല്യത്തിൽ തന്നെ വലിയ ശിവഭക്തനായിരുന്നു. ശിവദർശനം കഴിക്കാതെ ഭക്ഷണം കഴിക്കുകയില്ലെന്നുള്ളൊരു നിഷ്ഠയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ദിവസം കാളിദാസൻ ദേവദർശനത്തിനായി ഒരു ശിവക്ഷേത്രത്തിൽ ചെന്നു. അപ്പോൾ അവിടെ ഒരു ദിവ്യനായൊരു യോഗീശ്വരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ എന്തോ അപശബ്ദ സ്പർശമുണ്ടെന്ന് തോന്നുകയാൽ കാളിദാസൻ ആ യോഗിയെ പരിഹസിച്ചു. അതിനാൽ ആ ദിവ്യൻ കോപിച്ചു. നീ പഠിച്ചതെല്ലാം മറന്ന് മൂഢനും മന്ദബുദ്ധിയുമായി തീരട്ടെ എന്ന് ശപിച്ചു. ആ ശാപവചനം കേട്ട് കാളിദാസൻ ഏറ്റവും വിഷണ്ണനായി തീർന്നു. ആ യോഗീശ്വരൻ്റെ പാദത്തെങ്കിൽ വീണു നമസ്കരിച്ച് ക്ഷമായാചനവും നടത്തി. ഉടനെ ആർദ്രമാനസനായി ഭവിച്ച ആ ദിവ്യൻ, ഒരു കാലത്ത് നിനക്ക് ഭദ്രകാളി പ്രസാദം സിദ്ധിക്കും. ആ സമയത്ത് നിൻ്റെ ബുദ്ധിമാന്യം നീങ്ങി പൂർവാധികം ബുദ്ധിമാനും വിദ്വാനുമായി തീരുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. എങ്കിലും അക്കാലം മുഴുവൻ കാളിദാസൻ കേവലം മൂഢനും മന്ദബുദ്ധിയുമായി തീരുകയും സ്വകുലാചാരങ്ങളെല്ലാം വിട്ട് ഒരു കൂട്ടം അജപാലന്മാരുടെ കൂട്ടത്തിൽ കൂടി നടന്നു തുടങ്ങുകയും ചെയ്തു. അക്കാലത്ത് അവിടെ ഒരു പ്രഭുവിൻ്റെ പുത്രയും സർവാംഗസുന്ദരിയും വലിയ വിദുഷിയുമായ ഒരു കന്യകയുണ്ടായിരുന്നു. അവളുടെ യോഗ്യതകൾ കേട്ട് അനേകം യോഗ്യന്മാർ അവളെ വിവാഹം ചെയ്യുവാനായി ചെന്നു. എന്നാൽ കന്യക ശസ്ത്രവാദങ്ങളിൽ തന്നെ ജയിക്കുന്നവരെ മാത്രമേ തൻ്റെ ഭർത്താവായി വരിക്കുള്ളൂ എന്നുള്ള നിർബന്ധം പിടിച്ചിരിക്കുകയാണ്. വിവാഹത്തിനായി ചെന്നവരെ എല്ലാം അവൾ വാദത്തിൽ തോൽപ്പിച്ചയച്ചു. അവളെ ജയിക്കാൻ കഴിയാകയാൽ ഏറ്റവും ഇച്ഛാഭംഗത്തോടു കൂടിയാണ് എല്ലാവരും മടങ്ങിപ്പോയത്. അതിനാൽ പിന്നെ ആരും വരാതെയായി. കന്യകയ്ക്ക് വിവാഹപ്രായമൊക്കെ അതിക്രമിച്ചു തുടങ്ങി. അവളുടെ അച്ഛൻ അപ്പോൾ ഇനി ശാസ്ത്രവാദവും ഒന്നും വേണ്ട, യോഗ്യനായ ഒരാളെ ക്ഷണിച്ചു വരുത്തി കന്യകയെ വിവാഹം ചെയ്തു കൊടുക്കാം എന്ന് നിശ്ചയിച്ച് എഴുത്തും കൊടുത്ത് ഓരോരുത്തരുടെ അടുക്കൽ തൻ്റെ ഭൃത്യന്മാരെ അയച്ചു. ആരും വന്നില്ല. ഒടുക്കം പ്രഭു ആരെയെങ്കിലും വിളിച്ചു കൊണ്ടുവന്ന് കന്യകയുടെ വിവാഹം ഉടനെ നടത്തിക്കണമെന്ന് നിർബന്ധിച്ചു തുടങ്ങിയതിനാൽ ഭൃത്യന്മാർക്ക് വലിയ ബുദ്ധിമുട്ടായി തീർന്നു. യോഗ്യന്മാരും വിദ്വാൻമാരുമായ അനേകം ആളുകൾ വന്നിട്ട് അവരെയൊക്കെ മടക്കി അയച്ച ഈ കന്യകയെ ഒരു ഒന്നാന്തരം മൂഢനെ കൊണ്ട് തന്നെ വിവാഹം ചെയ്യിക്കാം എന്ന് ഭൃത്യന്മാരെല്ലാവരും കൂടി അങ്ങ് ആലോചിച്ച് നിശ്ചയിച്ചു. പിന്നെ അവർ ഒരു മൂഢനെ കിട്ടാനായിട്ട് അന്വേഷിച്ച് പുറപ്പെട്ടു. അങ്ങനെ ചെന്നപ്പോൾ കാഴ്ചയിൽ നല്ല സുന്ദരനായ ഒരാൾ ഒരു വൃക്ഷശാഖയിലിരുന്ന് ഇരുന്ന കൊമ്പാണ് മുറിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു ഒന്നാന്തരം മൂഢൻ തന്നെ, അല്ലെങ്കിൽ ഇരിക്കുന്ന കൊമ്പ് ആരെങ്കിലും മുറിക്കുമോ? അങ്ങനെ തീർച്ചപ്പെടുത്തി അയാളെ താഴോട്ട് ഇറങ്ങാൻ പറഞ്ഞ് ഇറക്കി കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളും മറ്റും ധരിപ്പിച്ച് പ്രഭു ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. ആ മനുഷ്യൻ നമ്മുടെ കഥാനായകൻ തന്നെയായിരുന്നു, കാളിദാസൻ. ആടുകൾക്ക് തിന്നാൻ കൊടുക്കാനായിട്ടാണ് ആ വൃക്ഷശാഖ മുറിക്കാൻ ശ്രമിച്ചതേ. ആ മനുഷ്യനെയും കൊണ്ട് ഭൃത്യന്മാർ പ്രഭുഗൃഹത്തിൽ വന്നു ചേർന്നു. അവിടെ വിവാഹ മണ്ഡപത്തിലിരുന്ന അനേകം ചിത്രങ്ങളുടെ കൂട്ടത്തിൽ രാവണൻ്റെ ചിത്രപടം കണ്ടിട്ട് കാളിദാസൻ അമ്പമ്പട രാവണ എന്ന് പറഞ്ഞു. അത് കേട്ട് കന്യക, ഈ മനുഷ്യൻ അക്ഷരജ്ഞാനമില്ലാത്ത മൂഢനാണെന്ന് തോന്നുന്നുവല്ലോ, അതായത് രാവണനെയാണ് രാവണൻ എന്ന് വിളിച്ചതേ. അപ്പോൾ ഭൃത്യന്മാരിൽ
സാമാന്യം വിദ്വാനായിട്ടുള്ള ഒരാൾ കുംഭകർണേ ഭകാരോസ്തി വിഭീഷണേ രാക്ഷസാനാം കുലശ്രേഷ്ഠോ രാവണോ നൈവ രാവണ. അതായത് കുംഭകർണൻ, വിഭീഷണൻ, അതിലൊക്കെ ഭായാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ആരിലും എന്ത് തന്നെ ആയിരിക്കണം? രാവണനായിരിക്കില്ല, രാവണൻ തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ എന്ന് പറഞ്ഞ് ന്യായീകരിച്ചു ഒരു ഭൃത്യൻ. അത് കേട്ടപ്പോൾ കന്യകയ്ക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ല. അതിൽ കന്യക തോറ്റു. ഉടനെ വിവാഹവും നടത്തി. വധൂവരന്മാർ അത്താഴം കഴിച്ച് ശയനഗൃഹത്തിൽ പ്രാപിച്ചു. അവിടെ വെച്ച് കാളിദാസൻ്റെ ഓരോ ചേഷ്ടിതങ്ങൾ കൊണ്ട് അദ്ദേഹം കേവലം ഒരു മൂഢൻ തന്നെയാണെന്ന് കന്യക തീർച്ചപ്പെടുത്തി. ഈ പുരുഷനോടുകൂടി ജീവിക്കുന്ന കാര്യം പ്രയാസം തന്നെ എന്ന് നിശ്ചയിച്ച് കന്യക അദ്ദേഹത്തെ നിരാകരിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്തു. കാളിദാസന് അപ്പോൾ ബുദ്ധിക്ക് മാന്ദ്യം സംഭവിച്ചിരിക്കുന്നുവെങ്കിലും പ്രഭുകന്യകയുടെ ഈ ധിക്കാരം അദ്ദേഹത്തിന് ഒട്ടും തന്നെ സഹ്യമായില്ല. അദ്ദേഹം അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി വനാന്തരത്തിലുണ്ടായിരുന്ന ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പോയി. രാത്രികാലങ്ങളിൽ മനുഷ്യരാരെങ്കിലും അവിടെ ചെന്നാൽ ദേവിയുടെ ഭൂതഗണങ്ങൾ പിടിച്ച് ചീന്തി ചോര കുടിച്ച് കൊല്ലുകയോ ദേവി പ്രസാദിച്ച് അനുഗ്രഹിക്കുകയോ ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. അതാണ് പതിവ്. എന്തെങ്കിലും വരട്ടെ എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് കാളിദാസൻ അങ്ങോട്ട് പോയി. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ദേവി പുറത്തിറങ്ങി എവിടെയോ പോയിരിക്കുകയായിരുന്നു. ക്ഷേത്രം തുറന്നു കിടക്കുകയാണ്. കാളിദാസൻ അകത്ത് കിടന്ന് വാതിൽ അടച്ച് സാക്ഷിയിട്ടുകൊണ്ട് അവിടെ ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദേവി മടങ്ങി വന്നു. അപ്പോൾ ക്ഷേത്രം അടച്ചു കിടക്കുന്നു. അടച്ച് സാക്ഷിയൊക്കെ ഇട്ടിരിക്കുന്നതായി കണ്ടിട്ട് ദേവി ചോദിച്ചു, അകത്ത് ആര്? അപ്പോൾ കാളിദാസൻ വാതിൽ തുറക്കാതെ ധൈര്യസമേതം, പുറത്താര് എന്ന് ചോദിച്ചു. മനുഷ്യസഞ്ചാരം തുടങ്ങുന്നതിന് മുമ്പ് അകത്ത് കിടക്കേണ്ടത് ദേവിക്ക് അത്യാവശ്യമായിരുന്നു. അതിനാൽ ദേവി ബന്ധപ്പെട്ട് പുറത്ത് കാളി എന്ന് പറഞ്ഞു. അപ്പോൾ കാളിദാസൻ എന്നാൽ അകത്ത് ദാസൻ എന്നും മറുപടി പറഞ്ഞു. അത് കേട്ട് ദേവി പ്രസാദിച്ചു. ദേവിക്കതിഷ്ടായി. ഓ കാളിദാസൻ, കാളിദാസ നിനക്ക് എന്തു വേണം? വാതിൽ തുറക്കുക എന്ന് വീണ്ടും പറഞ്ഞു. അത് കേട്ട് കാളിദാസൻ, എനിക്ക് വിദ്യയാണ് വേണ്ടത്, അത് തന്നല്ലാതെ ഞാൻ വാതിൽ തുറക്കില്ല എന്ന് പറഞ്ഞു. ഉടനെ ദേവി, എന്നാൽ നിൻ്റെ നാവ് ഈ വാതിലിൻ്റെ ഇടയിലൂടെ പുറത്തേക്ക് കാട്ടുക എന്ന് പറഞ്ഞപ്പോൾ കാളിദാസൻ നാവ് പുറത്തേക്ക് കാട്ടിക്കൊടുത്തു. ദേവി ഉടനെ തൻ്റെ ശൂലത്തിൻ്റെ അഗ്രം കൊണ്ട് ആ നാവിൽ വിദ്യാപ്രദമായ ചിന്താമണി മന്ത്രം എഴുതി. തക്ഷണം തന്നെ കാളിദാസൻ്റെ ബുദ്ധി കാർമേഘം നീങ്ങി ചന്ദ്രികയെന്ന പോലെ മാലിന്യം നീങ്ങി തെളിയുകയും അദ്ദേഹം വലിയ വിദ്വാനും മഹാകവിയുമായി തീരുകയും ചെയ്തു. ഉടനെ കാളിദാസൻ വാതിൽ തുറന്ന് ദേവിയുടെ മുമ്പിൽ ചെന്നു. അപ്പോൾ പെട്ടെന്നുണ്ടാക്കിയ ഏതാനും സ്തോത്രപദ്യങ്ങൾ ചൊല്ലി ദേവിയുടെ പാദത്തിൽ വീണു നമസ്കരിച്ചു. ഉടനെ ദേവി ക്ഷേത്രത്തിനകത്ത് കയറി യഥാപൂർവം സ്ഥാനത്തിരുന്നു. കാളിദാസൻ ദേവിയെ വീണ്ടും വന്ദിച്ച് പുറത്തേക്ക് പോയി. ദേവി പ്രസാദിച്ചു. കാളിദാസ എന്ന് വിളിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേര് കാളിദാസനായത്. അതിനു മുമ്പ് അദ്ദേഹത്തിന് വേറെ ഏതോ നാമമായിരുന്നു. അത് നിലവിലിപ്പോൾ അറിയാൻ വഴിയില്ല, അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. നേരം വെളുത്തപ്പോൾ കാളിദാസ മഹാകവി ആ പ്രഭുപുത്രിയുടെ അടുക്കൽ തന്നെ ചെന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേട്ടിട്ട് ആ വിദുഷി അത്ഭുതത്തോടുകൂടി അദ്ദേഹത്തെ വീക്ഷിച്ചു. മുമ്പേ തന്നെ അദ്ദേഹം സുന്ദരനായിരുന്നു. അദ്ദേഹം ഒരു വിദ്വാനും കവിയുമായി തീർന്നിരിക്കുന്നു ഇപ്പോൾ. അതറിഞ്ഞപ്പോൾ ആ സ്ത്രീ അദ്ദേഹത്തിൽ ഏറ്റവും അനുരക്ത ചിത്തയായി, സ്നേഹമുള്ളവളായി, പ്രണയമുള്ളവളായി തീർന്നു. എങ്കിലും തന്നെ ധിക്കരിച്ചു ബഹിഷ്കരിച്ചവളെ താൻ ഭാര്യയായി സ്വീകരിക്കുന്നത് വിഹിതമല്ല എന്ന് കാളിദാസന് തോന്നി. അതുകൊണ്ട് കാളിദാസൻ അവിടെ നിന്നും പോയിക്കളഞ്ഞു. പിന്നീട് കാളിദാസൻ ഒരുപാട് നാടകങ്ങൾ, കൃതികൾ ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും കാളിദാസൻ്റെ ഒരു തുടക്കം ഇങ്ങനെയാണ് എന്ന് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. ഇത്രയും പറഞ്ഞത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ നിന്നെടുത്താണ്. ഇനിയും കാളിദാസനെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യമാലയിലുണ്ട്, അത് വഴിയേ പറയാം. ഇന്ന് ഇത്ര മാത്രം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.